പോരാന്ന് തോന്നും. ഇങ്ങനെയൊന്നും അല്ലല്ലോ, കുറേ കൂടെ തമാശയും ഫണ്ണൊക്കെ വേണ്ടേ, എനിക്ക് ഇത്രയൊന്നും പോരല്ലോ എന്ന തോന്നലിലേക്ക് നമ്മുടെ മക്കൾ പോവാൻ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അവർക്ക് ബോറടിക്കാണ് പെട്ടെന്ന്. ജീവിതം ബോറടിക്കുന്നു, വീട് അവർക്ക് ബോറടിക്കുന്നു, പരിസരങ്ങൾ ബോറടിക്കുന്നു, മടുപ്പ് വരുന്നു അവർക്ക്. നേരെ മറിച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വീട്ടിലെ മക്കൾക്കും അതില്ല. അവർ AC വെക്കാനില്ല, ഫാനേ ഉള്ളൂ, ഫാനില്ല, ജനൽ തുറന്നേക്കാനേ പറ്റുള്ളൂ, വിഷറിയാൻ. എന്നാലും അവർ അന്തസ്സിൽ അവിടെ കിടന്നുറങ്ങും, അല്ലേ? അവർക്ക് ഡിമാൻഡുകളില്ല. അവർ പഠിക്കും, നന്നായിട്ട് പഠിക്കും. അവർക്ക് പഠിക്കാൻ നല്ല ലൈറ്റ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല, എന്നാലും അവരിരുന്ന് പഠിക്കും. റിസോഴ്സുകൾ കിട്ടുന്നവർ എടുത്തു വെച്ച് സൂക്ഷിക്കും, നന്നായി വായിക്കും. പക്ഷേ നമ്മുടെ മക്കളൊക്കെ കേടുവന്നത് ദാരിദ്ര്യം ഉണ്ടായ സമയത്തല്ല, കേടുവന്നത് സമ്പത്തുണ്ടായ സമയത്താണ്. കേടുവന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. മൽ ഫഖറ അഖ്ഷ അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ വിഷമിച്ചു പോകുമോ എന്ന് എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഞാൻ പേടിക്കുന്നത് തുബ്സത അലൈക്കുമുദ് ദുനിയ, അള്ളാഹു നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ കൂട്ടിത്തരും. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങളുടെ മുൻഗാമികൾ അത് പോരാ എന്ന് പറഞ്ഞ് മത്സരിച്ചവരാണ്, അതുപോലെ നിങ്ങളും അതിൽ മത്സരിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. വതുഹ്ലികകും കമാ അഹ്ലകതുഹും, നിങ്ങളുടെ മുൻഗാമികളൊക്കെ നശിച്ചു പോയത് സമ്പത്തിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. അത് മതിയായില്ല, പോരാ എന്ന് പറഞ്ഞ ഓട്ടമായിരുന്നു. അതിൽ ദീന നഷ്ടപ്പെട്ടു, നിസ്കാരം നഷ്ടപ്പെട്ടു, സ്വലാത്തിന്റെ മജ്ലിസുകൾക്ക് നഷ്ടമായി, ദിക്റിന്റെ മജ്ലിസുകൾ നഷ്ടമായി, ഇൽമിന്റെ മജ്ലിസുകൾ നഷ്ടമായി. എപ്പോ? പൈസയുടെ പിന്നാലെയുള്ള ഓട്ടം തുടങ്ങിയപ്പോൾ. നേരെ മറിച്ച് മതി, അള്ളാഹു എനിക്ക് തന്നത് മതി, ഞാൻ അൽഹംദുലില്ലാ സന്തുഷ്ടനാണ്, അതിന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്ത് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളെ പോലെയല്ല ഇതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന ആളുകൾ. അതുകൊണ്ട് നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഞാൻ പേടിക്കുന്നത് ദാരിദ്ര്യമല്ല,